Hi, good morning to all. Today's class, I'm going to present a subject in international economics. International economicsലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചറുകളെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് പഠിക്കുന്ന ഒരു ഡിഫറെൻറ്റ് ടേം ആണ് ഡംപിങ്. ആ ഡംപിങ്ങിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ PPT-യിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ വി ക്യാൻ മൂവ് ടു ദി വീഡിയോ. നമ്മൾ ഡിഫറെന്റ് മാർക്കറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? മോണോപ്പൊളി മാർക്കറ്റ് ഉണ്ട്, മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒളിഗോപ്പൊളി മാർക്കറ്റുകൾ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ നോക്കുകയാണെങ്കിൽ, നമ്മൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ, അപ്പോൾ മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡംപിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ നമ്മൾ ഡംപിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ അവിടെ കുറച്ച് ഫേമേ ഉണ്ടാവുകയുള്ളൂ. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയുള്ള സാധനങ്ങളായിരിക്കും എവിടെ ഉണ്ടാവുക? മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ ഉണ്ടാവുക. അപ്പം അവർ തമ്മിൽ കുറച്ച് കോമ്പറ്റീഷൻ അധികമായിരിക്കും കമ്പയറിംഗ് ടു എനി അതർ മാർക്കറ്റ്. മെയിനായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് തന്നെ ഒരു മോണോപ്പൊളിസ്റ്റിക് ഫേമിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു റൈവൽറി ഫേമുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മൾ, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മൾ എന്ത് പറയാം? ഡംപിങ് എന്ന് പറയാം. അതേപോലെ തന്നെ ഡംപിങ്ങിന് രണ്ട് അസംഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, മോണോപ്പൊളിസ്റ്റിക് ഫേം ആയിരിക്കണം. അതേപോലെ തന്നെ ആ മോണോപ്പൊളിസ്റ്റിക് ഫേമിന് എന്തുണ്ടാകണം? കൺട്രോൾ ഉണ്ടാകണം. ആ ഒരു ഇക്കോണമി കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ എന്തിനുണ്ടാകണം? മോണോപ്പൊളിസ്റ്റിക് ഫേമിന് ഉണ്ടാകണം. ഓക്കെ, ദെൻ എന്താണ് ഡംപിങ്? Dumping is a case of international price discrimination in which an exporter firm sell a portion of its output in a local market at a very low international market at a very low price and the remaining output at a very high price in the home market. അതായത് ഒരു ഫേം ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഉൾപ്പെടുന്ന ഒരു ഫേം എന്താ ചെയ്യുന്നത്? അവരെ പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വളരെ വില കുറച്ച് വെക്കുകയും അതേപോലെ തന്നെ അവര് ലോക്കൽ മാർക്കറ്റിൽ നല്ല ഹൈ പ്രൈസിന് സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ, പ്രൈസിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസ്ക്രിമിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡംപിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹേബർലറെ ഒരു ഡെഫിനിഷൻ യു ക്യാൻ സീ ഹിയർ. അക്കോർഡിംഗ് ടു ഹേബർലർ, ഡംപിങ് ഈസ് ദ സെയിൽ ഓഫ് എ ഗുഡ് അബ്രോഡ് അറ്റ് എ പ്രൈസ് which is lower than the selling price of the same good at the same time and in the same circumstances at home. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രൊഡക്റ്റ് ഒരേ ടൈമിൽ, അതായത് സെയിൽ ഓഫ് എ ഗുഡ് അബ്രോഡ് അറ്റ് എ പ്രൈസ് വിച്ച് ഈസ് ലോവർ ദാൻ ദി സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി സെയിം ഗുഡ് അറ്റ് ദ സെയിം ടൈം. ഒരേ ടൈമിലായിരിക്കും. അവരുടെ ടെക്നോളജി സെയിം ആയിരിക്കും, അവർ ഉപയോഗിക്കുന്ന ലേബേഴ്സ് സെയിം ആയിരിക്കും, ക്യാപിറ്റൽ സെയിം ആയിരിക്കും, എല്ലാ സർക്കംസ്റ്റൻസും സെയിം ആയിരിക്കും. എങ്കിൽ കൂടെയും ആ പ്രൊഡക്റ്റിനെ അവർ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് വളരെ വില കുറച്ച് വെക്കുകയും, അതായത് അവരെ കോസ്റ്റിനേക്കാളും, നമ്മൾ പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചതാണല്ലേ? എങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക? ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക അതിന്റെ കോസ്റ്റിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പം അതിന്റെ കോസ്റ്റിനേക്കാളും കുറവായിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുക? ഈ പ്രൈസ് ഫിക്സ് ചെയ്യുകയും വളരെ വില കുറഞ്ഞ രീതിയിൽ ഈ പ്രൈസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ കൊടുക്കുകയും അവർക്ക് സെയിൽ ചെയ്യുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദേ ആർ സെല്ലിംഗ് ദ സെയിം പ്രോഡക്റ്റ് അറ്റ് ദ വെരി ഹൈ പ്രൈസ് ഇൻ ദി ലോക്കൽ മാർക്കറ്റ്. ഇങ്ങനത്തെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് എന്ത് പറയുന്നത്? ഡംപിങ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് അസംഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു അസംഷൻ തന്നെയാണ് ഫസ്റ്റ് വൺ വരുന്നത്. മോണോപ്പൊളിസ്റ്റിക് കൺട്രോൾ ഓവർ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. അതായത് ഈ ഏത് ഫേമാണോ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്, അവർക്ക് എന്ത് വേണം? അവർക്ക് നല്ല കൺട്രോൾ വേണം. അവരെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്ര വില കൂട്ടി വിറ്റാലും അത് വാങ്ങാനുള്ള കസ്റ്റമേഴ്സ് എവിടെ വേണം? അവർക്ക് ലോക്കൽ മാർക്കറ്റിൽ വേണം. അതായത് അവർക്ക് ഒരു പ്രൈസ് കൺട്രോൾ അവിടെ ലോക്കൽ മാർക്കറ്റിൽ വേണം. എങ്കിൽ മാത്രമേ ഈ ഡംപിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവർക്കൊരു കൺട്രോൾ ഒന്നും ഇല്ല പ്രൈസിൽ. അവർ പ്രൈസ് കൂട്ടി വിൽക്കുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും പ്രൈസ് കുറച്ചുള്ള സാധനം വാങ്ങും. അപ്പൊ അവരെ സംബന്ധിച്ച് അതെന്തായിരിക്കും? അതൊരു ലോസ് ആയിരിക്കും. സോ
ഫസ്റ്റ് അസംഷൻ അല്ലെങ്കിൽ ഡംപിങ്ങിന്റെ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് കൺട്രോൾ ഓവർ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവർക്കൊരു മോണോപോളിസ്റ്റിക് കൺട്രോൾ വേണം. ദെൻ സെക്കൻഡ് വൺ, ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് എബ്രോഡ് ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ അറ്റ് ഹോം. അതായത് ഈ പ്രൊഡക്റ്റിനുണ്ടാകുന്ന ഡിമാൻഡ്, ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റിനുണ്ടാകുന്ന ഡിമാൻഡ് എന്താകണം? മോർ ഇലാസ്റ്റിക് ദാൻ അറ്റ് ഹോം. അപ്പം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആകണം. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് എത്ര കൂടിയാലും ആളുകൾ വാങ്ങുന്നത് കുറയാൻ പാടില്ല. അവിടെ ഒരു ഇൻഇലാസ്റ്റിസിറ്റി വേണം. അറ്റ് ദ സെയിം ടൈം ഈ പ്രൈസിന് എന്ത് വേണം? എബ്രോഡിൽ ഒരു ഇലാസ്റ്റിസിറ്റി വേണം. അതായത് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈസിനോട് അവർ റെസ്പോൺസീവ് ആയിരിക്കണം. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതൽ സാധനം വാങ്ങുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഡംപിങ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ നടക്കുകയുള്ളൂ. അപ്പൊ എന്താണ് നമ്മൾ അസംഷൻ പറഞ്ഞത്? ഒന്ന്, നാഷണൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കണം. അതേപോലെ തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഇലാസ്റ്റിക്കുമായിരിക്കണം. ഇത്രയാണ് ഡംപിങ്ങിന്റെ ഒരു അസംഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഡംപിങ് എന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. യു ക്യാൻ സി എ കൺട്രി എക്സ് ഹിയർ ആൻഡ് കൺട്രി വൈ ഹിയർ. അപ്പൊ കൺട്രി എക്സ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റ് അല്ലെങ്കിൽ ഹോം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എവിടെയാണോ സാധനം ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഒരു മാർക്കറ്റാണ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. കൺട്രി വൈ എന്ന് പറയുന്നത് എന്താണ്? അത് എബ്രോഡ് ആണ്. എവിടേക്കാണോ നമ്മൾ സാധനം എക്സ്പോർട്ട് ചെയ്യുന്നത്, ആരാണോ നമ്മളെ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്, അതാണ് എന്ത്? കൺട്രി വൈ എന്ന് പറയുന്നത്. സോ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു അരിന്റെ കേസ് എടുക്കുക. അപ്പൊ നമ്മൾ 1 കിലോ അരി ഇവിടെ ഉണ്ടാക്കി. അരി ഉണ്ടാക്കിയത് 1 kg നമ്മൾ 100 രൂപയ്ക്കാണ് നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റായ കൺട്രി എക്സിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൺട്രി വൈയിലേക്ക് ഈ 1 കിലോ അരി കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ട് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്ക് തന്നെയാണല്ലേ? പക്ഷെ ഡംപിങ്ങിന്റെ ഭാഗമായിട്ട്, പ്രൈസ് ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 70 രൂപയ്ക്ക് നമ്മൾ കൺട്രി വൈയിൽ അരി കൊടുക്കുന്നു. ഈ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡംപിങ് എന്ന് പറയുന്നത്. അതായത് എക്സ്പോർട്ട് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി ഡൊമസ്റ്റിക് സെയിൽ പ്രൈസ്. എക്സ്പോർട്ട് പ്രൈസ് എന്തായിരിക്കും? ഡൊമസ്റ്റിക് സെയിൽ പ്രൈസിനേക്കാളും കുറവായിരിക്കും. എങ്കിൽ മാത്രമേ ഈ അവിടെ എന്തുണ്ടാവുകയുള്ളൂ? ആളുകൾ കൂടുതൽ ഫോറിനേഴ്സ് കൂടുതൽ വാങ്ങിക്കുള്ളൂ. കാരണം ഒരേപോലത്തെ ഫേം അവിടെ ഉണ്ടാകും, ഒരേപോലത്തെ ഐഡന്റിറ്റിക്കൽ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകും, ഒരേ ക്വാളിറ്റി ആയിരിക്കും എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ടാവുക. സോ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ പ്രൈസിംഗിൽ ഡിഫറൻസിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുള്ളൂ. അപ്പൊ അവരെന്താ ചെയ്യുക? അവര് പ്രൈസ് കുറച്ചിട്ടായിരിക്കും ഇന്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുക ദാൻ ദി ഹോം മാർക്കറ്റ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഡംപിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡംപിങ് ഉണ്ട്. എന്തൊക്കെയാണത്? സ്പൊറാഡിക് ഓർ ഇന്റർമീഡിയറ്റ് ഡംപിങ്, പെർസിസ്റ്റന്റ് ഡംപിങ് ആൻഡ് പ്രിഡേറ്ററി ഡംപിങ്. എന്തൊക്കെയാണ്? സ്പൊറാഡിക് ഓർ ഇന്റർമീഡിയറ്റ് ഡംപിങ്, പെർസിസ്റ്റന്റ് ഡംപിങ് ആൻഡ് പ്രിഡേറ്ററി ഡംപിങ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് പെർസിസ്റ്റന്റ് ഡംപിങ് ആണ്. പെർസിസ്റ്റന്റ് ഡംപിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കീ പോയിന്റ് നമ്മൾ ഇതിൽ നോക്കേണ്ടത് കണ്ടിന്യൂസ് എന്നുള്ളതാണ്. സോ എന്താണ് പെർസിസ്റ്റന്റ് ഡംപിങ് എന്നുള്ളത്? പെർസിസ്റ്റന്റ് ഡംപിങ് occur when the domestic monopolist has a continuous policy to sell his product at a high price in the domestic market than in the foreign market with the object of securing maximum profit. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ടേം നമ്മൾ കീ പോയിന്റ് എന്ന് പറയുന്നത്, കീ ടേം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. പെർസിസ്റ്റന്റ് ഡംപിങ് എന്താണ്? നമ്മൾ ഡൊമസ്റ്റിക് മോണോപ്പൊളിസ്റ്റിക് എന്ത് ചെയ്യും? ഒരു കണ്ടിന്യൂസ് ആയിട്ട് അവരെ പ്രൊഡക്റ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വില കൂട്ടി ഹൈ പ്രൈസിന് വിൽക്കുകയും അതേപോലെ തന്നെ ഫോറിൻ മാർക്കറ്റിൽ വളരെ വില കുറച്ച് വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസിസ്റ്റന്റ് ഡംപിങ്. അവിടെ ഡംപിങ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും, ഒരു ഷോർട്ട് പീരീഡിലേക്ക് ആയിരിക്കില്ല ഉണ്ടാവുക. The next one is predatory dumping. Predatory dumping എന്ന് പറയുന്നത്, predatory dumping occurs when a commodity is sold at a below cost or at a very low cost in the foreign market temporarily. അതായത് ടെമ്പററി ആയിട്ട്, അത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പീരീഡിൽ ആയിരിക്കില്ല എന്തുണ്ടാവുക? ഈ ഒരു ഡംപിങ് എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുക. അവിടെ ഒരു ടെമ്പറർ ആയിട്ട് ഒരു കുറച്ച് കാലത്തേക്ക് ഒരു ഷോർട്ട് ടേമിലേക്കായിരിക്കും പ്രിഡേറ്ററി ഡംപിങ്ങിൽ അവർ ഡംപിങ് എന്നുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അവർ സെറ്റ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ടെമ്പറർ ആയിട്ട് അവർ അങ്ങനെ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരാൻ കാരണം? അതായത് നമ്മൾ പറഞ്ഞ മോണോപ്പൊളിസ്റ്റിക് ഫേം ആയിരിക്കും, അവിടെ ഐഡന്റിറ്റിക്കൽ പ്രൊഡക്റ്റ് ആയിരിക്കും,
കുറച്ച് ഫേമുകളെ ഉണ്ടാവും, കോമ്പറ്റീഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താ ചെയ്യുക, ഇവർ ബാക്കിയുള്ള റൈവൽ ഫേമിനെ ആ ഒരു മാർക്കറ്റിൽ നിന്ന് റൺ ഔട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഇനീഷ്യലി ആ മാർക്കറ്റിലേക്ക് കുറഞ്ഞ പ്രൈസിന് സാധനം കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ 80 രൂപയ്ക്ക് നമ്മൾ അരി കൊടുത്തു കഴിഞ്ഞാൽ 100 രൂപയ്ക്കായിരിക്കും ബാക്കിയുള്ള ഫേമുകളൊക്കെ അരി കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, ദേ വിൽ ഡിമാൻഡ് ദ പ്രോഡക്റ്റ് വിച്ച് ഈസ് ലോവർ പ്രൈസ്. അപ്പൊ നമ്മൾ 80 രൂപേന്റെ അരി ആയിരിക്കും അവർ സ്വാഭാവികമായിട്ടും വാങ്ങാം. അങ്ങനെ ആ ഒരു സമയത്ത് എന്താ സംഭവിക്കുക, ബാക്കി കസ്റ്റമേഴ്സ് 80 രൂപേന്റെ അരി വാങ്ങുന്ന സമയത്ത് 100 രൂപയ്ക്ക് അരി കൊടുക്കുന്ന എല്ലാ ഫേമുകളും അവിടുന്ന് റൺ ഔട്ട് ആയി പോകും. അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഷോർട്ട് റണ്ണിലായിരിക്കും ഇവർ ഡംപിങ് കൊണ്ടുവരിക. അത് കഴിഞ്ഞാൽ എന്താണ്, അവർ മാർക്കറ്റ് പിടിച്ചെടുക്കുകയും അവർക്ക് സ്വാഭാവികമായിട്ടും കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. സോ അങ്ങനത്തെ ഒരു ടേമിൽ വെച്ചുകൊണ്ട് ഷോർട്ട് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡംപിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഡേറ്ററി ഡംപിങ് എന്ന് പറയുന്നത്. അപ്പം പെർസിസ്റ്റന്റ് ഡംപിങ്ങിൽ അത് കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രിഡേറ്ററി ഡംപിങ്ങിൽ എന്താണ്, അത് ഒരു ടെമ്പററി ബേസിലായിരിക്കും ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പൊറാഡിക് ഡംപിങ്. എന്താണ് സ്പൊറാഡിക് ഡംപിങ്? ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡംപിങ് മെത്തേഡ് ആണ് എന്ത്, സ്പൊറാഡിക് ഡംപിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, സ്പൊറാഡിക് ഡംപിങ് ഈസ് വെൻ എ കമ്പനി സെൽസ് ഗുഡ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ഇൻ എ ഡൊമസ്റ്റിക് മാർക്കറ്റ്. അത് സ്വാഭാവികമായിട്ട് ലോവർ പ്രൈസിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കീ ടേം എന്താണ്, ഇൻ എൻ ഒക്കേഷണൽ ബേസിസ്. അതായത് എന്തെങ്കിലും ഒരു ഒക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് ഷോർട്ട് ടേമിലേക്കോ അല്ലെങ്കിൽ ലോങ് ടേമിലേക്കോ ആയിരിക്കില്ല. ഇറ്റ് ഈസ് പ്യൂർലി ബേസ്ഡ് ഓൺ സം ഒക്കേഷണൽ. ഒക്കേഷണൽ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ചില സമയത്ത് എന്താണ്, നമ്മൾ ഇന്ത്യന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. നമ്മൾ ഇന്ത്യ ഒരു ഹോം കൺട്രിയാണ്. ഇന്ത്യയിൽ ചില സമയത്ത് എന്തായിരിക്കും, തക്കാളി ഒക്കെ ഭയങ്കരമായിട്ട് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് എന്താ, സ്വാഭാവികമായിട്ട് നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചതാണ് എന്ത്, ഉൽപാദനം കൂടുന്ന സമയത്ത്, പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് ആളുകൾ അതെന്താണ്, ഡിമാൻഡിൽ ചെറിയ വ്യത്യാസം വരും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടുന്ന സമയത്ത് പ്രൈസ് കുറയും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ഈ തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് നഷ്ടമാണ് അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യും, അത് ഇക്കോണമിയിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്ലട്ടും ഉണ്ടാക്കും. അങ്ങനെ കൂടുതൽ സാധനം ഉണ്ടാക്കുന്ന സമയത്ത് പ്രൈസ് വല്ലാണ്ട് കുറഞ്ഞാൽ അവിടെ എന്താണ്, ഒരു ഗ്ലട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എന്ത് ചെയ്യും, ഇവര് പുറത്ത് മാർക്കറ്റിലേക്ക് കുറഞ്ഞ സെല്ലിംഗ് പ്രൈസിന് കൊടുക്കുന്ന ഡംപിങ് മെത്തേഡാണ് എന്ത്, സ്പൊറാഡിക് ഡംപിങ് എന്ന് പറയുന്നത്. ഒക്കേഷണലി ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും സാധനത്തിന്റെ ഉൽപാദനം കൂടുന്ന സമയത്ത്, അതേപോലെ തന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഉണ്ടാകുന്ന സമയത്ത്, ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടെ എന്താണ്, പ്രയോറിറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങനെ ഡംപിങ് മെത്തേഡ് അല്ലെങ്കിൽ ഡംപിങ് സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഒക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഫോറിൻ മാർക്കറ്റിൽ വില കുറച്ച് വിൽക്കുന്ന ഒരു കൺസെപ്റ്റിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷനെയാണ് എന്ത് പറയുന്നത്, സ്പൊറാഡിക് ഡംപിങ് എന്ന് പറയുന്നത്. അപ്പം 3 മെത്തേഡുകളാണ്. ഫസ്റ്റ് പെർസിസ്റ്റന്റ് ഡംപിങ്, ദെൻ predatory dumping and sporadic dumping. So I hope you understood. Thank you.